ഈ സംഭവം ഉണ്ടായ ശേഷം ഇയാളും അവിടുന്ന് വളരെയധികം 100-200 പേര് ഒരുമിച്ച് പോയിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലിരുന്ന് പ്രതിഷേധിച്ചിട്ടാണ് ഇവർ ഈ പരാതി കൊണ്ട് കൊടുക്കുന്നത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ. അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോലീസിന് നിവർത്തിയില്ല, എടുത്തേ മതിയാവത്തുള്ളൂ. അതവിടെ അതിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന 2-3 കാര്യങ്ങളായിട്ട് പ്രധാനപ്പെട്ടത്. അതായത് ഇവരൊന്നിക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന ബജറാംഗ് ദളും ഈ സംഘപരിവാറിൻ്റെ ജാടയും ഡ്രാമയൊന്നും പഴയ പോലൊന്നും ഫലിക്കത്തില്ല. നേരത്തെ ഇങ്ങനൊന്നുമല്ല. നിങ്ങൾ ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളിലും നിങ്ങൾ കണ്ടു കാണും, ഈ മുസ്ലിങ്ങളെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ വിളിക്കും. അവർക്ക് ശരിക്കും ഭയമാണ് ബേസിക്കലി. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ആദിവാസികളുടെ ആണെങ്കിലും ദളിറ്റ്സ് ആയിട്ടുള്ളവർ അവരുടെ വിശ്വാസത്തിൽ അവര് ഈ പറഞ്ഞ പഴയ വിരട്ടൊന്നും നടക്കത്തില്ല. കാരണം അവരും മാറി, ഇന്ത്യ മാറി, അവരും മാറി, അവർക്കും ഐഡന്റിറ്റിയായി. ഇവന്മാർ ഈ പറഞ്ഞ 2 അടിയും ബഹളവും ജയിലിലിട്ടാലൊന്നും ഇവർ മാറുന്നൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തേത് പുതിയ ഇന്ത്യ, പഴയ ഇന്ത്യയല്ല. ആ പുതിയ ഇന്ത്യയെ ജീവിക്കുന്ന ആദിവാസികളും ദളിറ്റ്സിനും അവരും തിരിച്ചു ചെയ്യും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇതേപോലെ ദളിത് കമ്മ്യൂണിറ്റി ഇതേപോലെ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന്? കേൾക്കാത്ത സംഭവം. കാരണം വലിയ പേടി, അവർ പോകാറില്ല. കാരണം സർപ്പഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന, അവർ കേട്ട് പറഞ്ഞ് അവരെന്ത് പറയുന്നത് അത് കേട്ടിരിക്കണം. പക്ഷേ ഇവിടെ നേരെ വിപരീതമുണ്ടായി. അവരവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ഇവർക്കെതിരെ കേസെടുത്തു. പിന്നെ അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവർ ഭരിക്കുന്ന BJP ആണ്. പിന്നെ അവിടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്, സംഘ് പരിവാറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരവരുടെ രീതിയിൽ കൗണ്ടർ പെറ്റീഷന് കൊടുത്തു, നിർബന്ധിത മതപരിവർത്തനം. പക്ഷേ സംഭവം ഉണ്ടായത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ ഈ അടുത്ത വീഡിയോ അങ്ങ് വൈറലായി. അതായത് മധ്യപ്രദേശിലൊക്കെ അങ്ങ് വൈറലായി. പോലീസും പെട്ടുപോയി. അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ് പെട്ടെന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കുക, അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ തപ്പി അടക്കി കഴിഞ്ഞപ്പം ഈ അടിച്ചവരും സർപ്പഞ്ചും കിർപ്പഞ്ചും ഒക്കെ അങ്ങ് മുങ്ങി. അതായത് ഞാൻ പറയാൻ വരുന്നത്, പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. പുതിയ ഇന്ത്യയിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ പ്രതികരിക്കും. കാരണം ഈ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടി. അവർ നിങ്ങൾ ഈ പറഞ്ഞ് നിർബന്ധിച്ച് അടിച്ച് പിടിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ പറയത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാം, സാമുവൽ കമലേഷൻ ലെഫ്റ്റനന്റ്, അയാൾ അവസാനം സുപ്രീം കോർട്ട് വരെ പോയി. അയാൾ പറഞ്ഞു, ഞാൻ അയാളെ യൂണിറ്റും ആർമിക്കൊക്കെ കൂടെ നിൽക്കാം, പക്ഷെ പൂജ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട്. ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം.